നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് PSG-ക്കെതിരെ ഇറങ്ങിയപ്പോൾ അവരുടെ മുന്നേറ്റങ്ങൾ നയിക്കാൻ ഡിയേഗോ സിമിയോണി ഏൽപ്പിച്ചത് ആൻ്റോയിൻ ഗ്രീസ്മാനെയും ഹൂലിൻ ആൽവാരസിനെയും ഒരുമിച്ചായിരുന്നു. പക്ഷേ ഗ്രീസി വീണ്ടും പരാജയപ്പെടുന്ന കാഴ്ച. ഗ്രീസിയുടെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ലെജൻഡാണ് അദ്ദേഹം, സംശയമൊന്നുമില്ല. പക്ഷേ എത്ര കളിയായി അദ്ദേഹം അത്ലറ്റിക്കോയ്ക്ക് വേണ്ടി ഗോളടിച്ചിട്ട്? ഒന്ന് നോക്കാം നമുക്ക്. PSG-ക്കെതിരെ ഗോളടിച്ചില്ല. അതിന് മുമ്പത്തെ കളി ജിറോണക്കെതിരെ ഗോളടിച്ചില്ല. ബെറ്റിസിനെതിരെ, ഒസാസുനക്കെതിരെ, റയൽ സോസിഡാഡിനെതിരെ, അലാവസിനെതിരെ, റയോക്കെതിരെ, ലാസ് പാൽമാസിനെതിരെ, വല്ലഡോയിഡിനെതിരെ, സെവിയക്കെതിരെ, ബാഴ്സക്കെതിരെ, എസ്പാന്യൂളിനെതിരെ, വീണ്ടും ബാഴ്സക്കെതിരെ, റയൽ മാഡ്രിഡിനെതിരെ, ഗെറ്റാഫക്കെതിരെ, റയലിനെതിരെ, അത്ലറ്റിക്കിനെതിരെ. അതായത് ഗ്രീസ് ഗോളടിച്ചിട്ട് എത്ര കളിയായി? 17 കൺസിക്യൂട്ടീവ് ഗെയിംസായി വിതൗട്ട് എ ഗോൾ ഫോർ അത്ലറ്റി. ഇതാണ് ഗ്രീസിയുടെ അവസ്ഥ. കഴിഞ്ഞ 10-17 മത്സരങ്ങളായിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡിനായിട്ട് ഒറ്റ ഗോൾ പോലും അടിക്കാൻ ആൻ്റോയിൻ ഗ്രീസ്മാന് കഴിഞ്ഞിട്ടില്ല. ഇപ്പം പല താരങ്ങൾക്കെതിരെയും ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ആരാധകർ അവർ പ്ലേയിങ് 11 സ്ഥാനം അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരുന്നുണ്ട്. ക്ലെമൻ ലോങ്ലേയുടെ കാര്യം, UCL അദ്ദേഹം സ്ലാവനെതിരെ പെനാൽറ്റി ലഭിച്ചത് ഗോളാക്കിയില്ല. മാഡ്രിഡിനെതിരെ UCL പെനാൽറ്റി ഗോളാക്കിയില്ല. എസ്പാന്യൂളിനെതിരെ പെനാൽറ്റി മിസ് ചെയ്തു. വല്ലഡോയിഡിനെതിരെ പെനാൽറ്റി മിസ് ചെയ്തു. അപ്പോൾ ഈ കളിയിൽ റെഡ് കാർഡ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ താരങ്ങൾ ആരാധകരിൽ നിന്ന് തന്നെ ഏറ്റുവാങ്ങുന്നൊരു സമയമാണ്. ക്ലോഡ് മക്ലേയിൽ ഈ കളി കഴിഞ്ഞിട്ട് ആൻ്റോയിൻ ഗ്രീസ്മാനോട് ചോദിച്ചതും വളരെ പ്രസക്തമായിരുന്നു. അദ്ദേഹം ഗ്രീസിയെ കണ്ടപ്പോൾ ചോദിക്കുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കളിയെക്കുറിച്ച് ഒന്നും ചോദിക്കുന്നില്ല. കാരണം കളി തോറ്റതിന് ശേഷം പിന്നെ നമ്മൾ ആർഗ്യൂ ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്തിനാണ് ഇപ്പോഴും ഈ ഏജിലും കളിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ കളി എനിക്കിഷ്ടമാണ്. നിങ്ങളുടെ മൂവ്മെൻറ്റിലെ സിംപിൾസിറ്റി, നിങ്ങളുടെ പാസുകൾ, അതെല്ലാം എനിക്കിഷ്ടമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഫ്രസ്ട്രേഷൻ തോന്നുന്നില്ലേ? ഇങ്ങനെ ഡിഫെൻഡ് ചെയ്യേണ്ടി വരുമ്പോൾ, ഈ ഒരു സിസ്റ്റത്തിൽ കളിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഫ്രസ്ട്രേഷൻ തോന്നുന്നില്ലേ? എന്തായാലും ഞാൻ സിമിയോണിയോട് പോയിട്ട് പറയാം നിങ്ങളെ കുറച്ചുകൂടി കളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ബട്ട് ഓണസ്റ്റ്ലി നിങ്ങളെ ഇത് ബുദ്ധിമുട്ടിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു എന്നാണ് ക്ലോഡ് മക്ലേലി പറഞ്ഞത്. യെസ്, ഗ്രീസിയുടെ കാലം അവസാനിക്കുകയാണോ? അത്ലറ്റിക്കോയിൽ അദ്ദേഹം ഭാരമാവുമോ? വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.